ഇന്നേ മൊത്തത്തിൽ വൈകിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. ലേറ്റായി എണീറ്റാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ രാവിലത്തത് എല്ലാം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ കറിയുടെ പണിയൊക്കെ നോക്കണത് ഞാനൊരു 12:30 ആയപ്പോഴേക്കുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻ വറുക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മീനിൻ്റെ മസാലയുടെ ഉപ്പ് നോക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. മോൾക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ വറുത്തതിൻ്റെ മസാല, മീൻ വറുത്തതിൻ്റെ മസാലയുടെ ഉപ്പൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ വറുത്ത മീൻ അവിടെ മീൻ വറുക്കാനുള്ള മീൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ മീൻ വെട്ടാനായിട്ട് പോയത്. അപ്പോൾ അതേ അരപ്പിലോട്ട് വേണ്ടത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പിലോട്ട് തന്നെ ഉള്ളി, ഇഞ്ചി എല്ലാം കൂടിയിട്ടാണ് അരച്ചെടുത്തേക്കണത്. അപ്പോൾ ഇനി സെപ്പറേറ്റ് നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അരപ്പ് മാത്രം മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും പച്ചമണമല്ല, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറച്ച് ചാറിനാവശ്യമായ വെള്ളവും പിന്നെ ഓട്ടുപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളച്ചതിന് ശേഷം നേരിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ മീനിനെ അധികം വേവൊന്നുമില്ല. ഈ കരിമീൻ പിലോപ്പിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നേരിയ തീയിലിട്ട് ഒന്ന് കുറച്ച് നേരം വറ്റിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ച മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ 2 കഷ്ണം മീനും കൂടി അങ്ങോട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ട്യൂഷനും പോകാനുള്ള സമയമായി. അപ്പോൾ കറിയാണെങ്കിൽ റെഡി ആയിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മീൻ വറുത്തതും കൂട്ടി മോൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിച്ചപ്പോഴേക്കും ഏകദേശം ഒരു 3:30 മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ കറി വെച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം വറുത്ത മീൻ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപ്പ് നോക്കി തീർത്തതാണ് കേട്ടോ. മോള് കഴിക്കാനിരുന്നപ്പോൾ കുറച്ചൊന്ന് ഇച്ചിരി നേരം ഒന്ന് കൂടെ ഇരിക്കാനായിട്ട് ചെന്നതാണ്. കുറച്ച് നേരം ഒന്ന് ഉപ്പ് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ കറികളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കറികളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.